ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം സമുദ്രത്തിനടിയിലാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? ഒന്ന് പോയാൽ അവിടെ നിന്ന് പറയും. പക്ഷേ സത്യം അതാണ് കൂട്ടുകാരെ. സമുദ്രത്തിനടിയിലെ വെള്ളച്ചാട്ടമാണ് ഈ വേൾഡിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. അതേതാണെന്ന് നമുക്ക് നോക്കാം. ലോഗോ പ്ലീസ്. സമുദ്രത്തിനടിയിൽ ഒളിച്ചിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. പ്രകൃതിയുടെ ശക്തിയും സൗന്ദര്യവും പ്രകടമാക്കുന്ന അത്ഭുതങ്ങളാണ് വെള്ളച്ചാട്ടങ്ങൾ. കരയിൽ മാത്രമല്ല, സമുദ്രങ്ങളിലും വെള്ളച്ചാട്ടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. വെൻസുലയിലെ ഏഞ്ചൽ വെള്ളച്ചാട്ടവും അമേരിക്കയുടെയും കാനഡയും അതിർത്തിയിലുള്ള നയാഗ്ര വെള്ളച്ചാട്ടവുമെല്ലാം ലോകപ്രശസ്തമായ ധാരാളം സഞ്ചാരികൾ കാണാനെത്തുന്ന ഇടങ്ങളാണ്. എന്നാൽ ഭൂമിയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമുള്ളത് കടലിനടിയിലാണ്. ഐസ്ലാൻഡിനെയും ഗ്രീൻലാൻഡിനെയും വേർതിരിക്കുന്ന ഡെൻമാർക്ക് കടലിടുക്കിനിടയിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. സമുദ്രങ്ങൾക്കിടയിൽ എങ്ങനെ ഒരു വെള്ളച്ചാട്ടം നിലനിൽക്കും എന്നായിരിക്കും പലരുടെയും സംശയം. എന്നാൽ ഉയർന്ന മലനിരകളും ആഴമേറിയ മലയിടുക്കുകളും സമുദ്രങ്ങളിലുമുണ്ട്. യഥാർത്ഥത്തിൽ താപനില വ്യത്യാസം കാരണം വെള്ളം ഉയർന്ന ഭാഗത്ത് നിന്ന് താഴ്ന്നിടത്തേക്ക് സഞ്ചരിക്കുകയാണ് ഇവിടെ. ഡെൻമാർക്ക് സ്ട്രെയ്റ്റ് കട്രാക്റ്റ് എന്നാണ് ആർട്ടിക് സമുദ്രത്തിലെ ഈ ഭീമൻ വെള്ളച്ചാട്ടത്തെ വിളിക്കുന്നത്. നോർഡിക് സമുദ്രത്തിൽ നിന്നുള്ള തണുത്തതും കനമുള്ളതുമായ ജലം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നുള്ള ചൂടുള്ള ഭാരം കുറഞ്ഞ ജലവുമായി കൂട്ടിയിടിക്കുമ്പോഴാണ് വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത്. താപനിലയിലും ലവണാംശത്തിലുമുള്ള വ്യത്യാസം തണുത്ത വെള്ളം സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടെ ഒഴുകാൻ ഇടയാക്കുന്നു. വലിയ അളവിൽ വെള്ളം അഗാധത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവാഹമായി മാറുകയും ചെയ്യുന്നു. 11,500 അടി താഴ്ചയിലേക്കാണ് ഈ വെള്ളം പതിക്കുന്നത്. കരയിലെ ഏറ്റവും ഉയരമുള്ള ഏഞ്ചൽ ഫാൾസിനേക്കാൾ 3 ഇരട്ടിയോളം വരും ഈ ഒരു വെള്ളച്ചാട്ടം രൂപപ്പെട്ട് കഴിയുമ്പോൾ. ഡെൻമാർക്ക് സ്ട്രെയ്റ്റ് കട്രാക്റ്റിന് 300 മൈൽ വീതിയുമുണ്ട്. സെക്കൻഡിൽ 5 ദശലക്ഷം ക്യൂബിക് മീറ്ററാണ് വെള്ളം ഒഴുക്കുന്ന നിരക്ക്. അതായത് നയാഗ്രയേക്കാൾ 5000 ഇരട്ടി വരും. ഇതേസമയം ഉപരിതലത്തിൽ നിന്ന് വെള്ളച്ചാട്ടം കാണാൻ സാധിക്കില്ല. ഈ അവസാനത്തെ ഹിമയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 17,500 17,500നും 11,500നും വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതെന്ന് കരുതുന്ന ഈ വെള്ളച്ചാട്ടം ഭൂമിയുടെ കാലാവസ്ഥയിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അറിവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എൻ്റെ പ്രസൻറ്റേഷനിൽ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ വെളിപ്പെടുത്തേണ്ടതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ പുതിയൊരു അറിവുമായി വരാം. നമസ്കാരം.